നമസ്കാരം. ഇന്ന് ചെറിയൊരു ഹൈക്കിംഗ് ആണ്. അപ്പോൾ ഹൈക്കിങ്ങിന് പോയപ്പോൾ ഉള്ള ഒരു ചെറിയൊരു വീഡിയോ എടുത്ത് ഇടാമെന്ന് വിചാരിച്ചു. ഹോങ്കോങ്ങിലാണിത്. ബോബൻ റോഡാണിത്. ബോബൻ റോഡ് എന്ന് പറയുന്നത് നമ്മുടെ വഞ്ചായിലൊക്കെ മുകളിലാണ്. ഞാൻ വഞ്ചായിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. വഞ്ചായിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ മുകളിലോട്ട് ഫുള്ള് സ്റ്റെപ്പുണ്ട്. സ്റ്റെപ്പ് നിന്ന് കഴിയുമ്പോൾ നമ്മൾ ഈ ബോബൻ റോഡിൽ വന്ന് കയറും. അത് കഴിഞ്ഞാൽ അവിടെ നിന്ന് കാണുന്ന വ്യൂ ഒക്കെയാണ് ഇങ്ങനെ നടക്കാനും ഓടാനും ഒക്കെ ആയിട്ട്. വാഹനങ്ങളൊന്നും പോകാത്ത റോഡാണ് ഇത്. നടക്കാനും ഓടാനും വേണ്ടി മാത്രം ഉള്ള റോഡാണ്. ഇത് ചെന്ന് ചേരുന്നത് നമ്മുടെ സ്റ്റോപ്പ് റോഡിലാണ് ഇത് ചെല്ലുന്നത്. സ്റ്റോപ്പ് റോഡിൽ നിന്ന് പിന്നെയും മുകളിലോട്ട് തന്നെ നേരെ മുകളിലോട്ട് കയറി കഴിഞ്ഞാലാണ് നമുക്ക് ഈ ഹൈക്കിങ് ശരിക്കും റിയലായിട്ട് തുടങ്ങുന്നത്. ഇതാ കുറച്ച് കുത്തനെ ഉള്ള ഇതാണ്, മലയാണ്. അങ്ങനെ എന്താ പറയുക, പറയത്തക്ക വലിയ സ്റ്റെപ്പോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. എന്നാലും കുഴപ്പമില്ല. അത് ഇവിടുന്ന് തുടക്കത്തിൽ നല്ല സ്റ്റെപ്പൊക്കെ കാണും. അതൊക്കെ കണ്ട് ആവേശത്തിൽ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴാണ് പിന്നെയാണ് സ്റ്റെപ്പും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ പോയിട്ടുള്ള ഒരു വഴിയുണ്ട്. കുറച്ച് ഡേഞ്ചറാണ്. അപ്പോൾ പോകുമ്പോൾ കുറച്ച് കെയർഫുള്ളായിട്ട് പോകണം. പക്ഷേ നല്ല രസമാണ്. ഈ എന്താ പറയുക, മരങ്ങളുടെ ഇടയിൽ കൂടെ ഇങ്ങനെ പോകാൻ നമുക്ക് നല്ല ക്ലൈമറ്റും നല്ലതായതുകൊണ്ട് നല്ല സുഖമാണ്. കേട്ടോ, ഇതാണ് വഴി. ഇതുപോലെയാണ് ഉള്ള വഴികൾ. അപ്പം താഴോട്ട് ശ്രദ്ധിച്ച് വേണം പോകാൻ. കാല് തെന്നിയാൽ സംഭവം ചിലപ്പോൾ നമ്മൾ അങ്ങ് താഴെ എത്തി പോവും. ഇതെങ്ങനെ ഇത്രയ്ക്കും. പിന്നെ ഇങ്ങനെയുള്ള ഹൈക്കിങ്ങിന് പോകുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ നോക്കിയിട്ട്, കാരണം ഇങ്ങനെ വഴി പ്രോപ്പറായിട്ട് ഇല്ലാത്തത് കൊണ്ട് ചില സ്ഥലത്ത് ഇങ്ങനെ കയറൊക്കെ കെട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് കയറിപ്പോകാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ്. പിന്നെ എല്ലായിടത്തും റിബൺ കെട്ടിയിട്ടുണ്ടാവും. ബ്ലൂവോ അല്ലെങ്കിൽ റെഡോ അങ്ങനെ ഏതെങ്കിലും റിബൺ കെട്ടിയിട്ടുണ്ടാവും ഒരേ മരത്തെ കൂടെ. അപ്പോൾ അത് നോക്കി പോയാൽ മതി. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് വഴി തെറ്റിപ്പോവും. കാരണം ഇത്രയൊന്നും വഴിയില്ലാത്ത ഏരിയകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളിടത്ത് നമുക്ക് ചിലപ്പോൾ വഴി തെറ്റിപ്പോകാൻ പെട്ടെന്ന് എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക. പിന്നെ ഇതൊക്കെയാണ് കാണുന്ന വ്യൂ. കണ്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ നടന്ന് പോകുമ്പോൾ നമുക്ക് ആരോഗ്യത്തിന് നല്ലൊരു എന്താ പറയുക, ഹെൽത്തി ആണ്. നല്ല അടിപൊളി വ്യൂവും കാണാം. നല്ല അടിപൊളി ക്ലൈമറ്റും ആയിരുന്നു. ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. ഞാൻ ഒറ്റയ്ക്കാണ് അധികവും പോകാറ്. കാരണം വെച്ചാൽ അതാകുമ്പം നമുക്ക് പിന്നെ ആർക്കും വെയിറ്റ് ചെയ്ത് സമയം കളയണ്ടല്ലോ. നമുക്ക് ഒറ്റയ്ക്ക് നമ്മുടെ സമയത്ത് നമുക്ക് വേഗം പോയിട്ട് വരാം. അങ്ങനെയുള്ളതുകൊണ്ട് അധികം ഞാൻ ഒറ്റയ്ക്കാണ് ഹൈക്ക് ചെയ്യാറുള്ളത്. അപ്പം തണുപ്പ് കാലം തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് ഇങ്ങനെ പോകാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും ഇനി കുറച്ച് വീഡിയോ ഒക്കെ ഇങ്ങനെ എടുത്തിടാം ഹോങ്കോങ്ങിനെ പറ്റി. അപ്പോൾ അതിന് വേണ്ടി എടുത്തതാണ്. ഇത് കാണുന്നത് ഡീപ്പ് വാട്ടർ ബേ ബീച്ച് എന്ന് പറയും. അതിൻ്റെ അടുത്തുള്ള കാണുന്നതാണ് നമ്മുടെ ഗോൾഫ് ഗ്രൗണ്ടാണത്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ കയറി കഴിഞ്ഞ് ഇത് ഏറ്റവും മുകളിലെത്തി കേട്ടോ. മുകളിലെത്തിയിട്ടുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. അപ്പം ഇങ്ങനെ നമുക്ക് മുകളിലൊക്കെ കയറി കുറച്ച് നേരം ഇരുന്ന് കാറ്റൊക്കെ കൊണ്ട് നല്ല തണുപ്പും. അപ്പോൾ ഇങ്ങനെയുള്ള വ്യൂ ഒക്കെ നമുക്ക് മുകളിൽ നിന്ന് കാണുമ്പോൾ നല്ല അടിപൊളിയാണ്. അപ്പോൾ ആരെങ്കിലൊക്കെ ഇതിന് മുമ്പ് പോയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. നല്ല അടിപൊളി സെറ്റാണ് സംഭവം. കാണാൻ ഒരുപാടുണ്ട്. അങ്ങനെ ഇതായിരുന്നു സംഭവം. പിന്നെ മുകളിൽ എത്തിയിട്ട് പിന്നെ താഴോട്ട് ഇറങ്ങാനും എനിക്ക് കുറേ ബുദ്ധിമുട്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ ഞാൻ ഒരു മലയുടെ ഒരു സൈഡിൽ കൂടെ കയറി അപ്പുറത്തെ സൈഡിൽ കൂടെ ഞാൻ ഇറങ്ങി. വേറെ വഴി കൂടെയാണ് ഞാൻ ഇറങ്ങി വന്നത്. അപ്പോൾ അത് ഇറങ്ങാനും കുറച്ച് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇറക്കവും കയറ്റവും ഒക്കെ ആയിട്ട് മൊത്തത്തിൽ ഞാൻ അന്ന് ഹൈക്ക് ചെയ്തത് 11 കിലോമീറ്ററാണ് ഞാൻ മൊത്തം ചെയ്തത്. എനിക്കൊരു 2-2.5 മണിക്കൂർ എടുത്തു അത്രയും ചെയ്യാനായിട്ട്. അങ്ങനെയാണ് ഫിനിഷ് ചെയ്തത്. ഇറക്കം ഇതിലൂടെയാണ്, ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ആയിരുന്നു ഇറങ്ങിപ്പോയത്. അപ്പോൾ അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ട് ഇറങ്ങി പോകുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. കാല് സ്ലിപ്പാകാൻ സാധ്യതകളുണ്ട്. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ഹൈക്കിംഗ് വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ.